ചേച്ചി ഇവിടുന്നാണോ ഫ്രിഡ്ജ് കംപ്ലൈന്റ് ആണെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു? അതെ ചേട്ടൻ അതെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെ ആഹാ. ചേട്ടൻ എന്താ പറഞ്ഞിട്ടാണോ? കംപ്ലൈന്റ് ഫ്രിഡ്ജ്? അത് തണുപ്പ് വരുന്നില്ല. ഐസ് കുടിക്കുന്നു. ഡൈനിങ് ഹാളിലാണോ? ഇല്ല, അവിടെ ചെന്നാണോ? ഒരു കാണിച്ചു തരാം. ഇവിടെ ഡൈനിങ് ഹാൾ അല്ല, കിച്ചണിലാണ്. കിച്ചണിലാണോ? കൊറേ ദിവസമായി കംപ്ലൈന്റ് ആയിട്ട്. ഐസ് കട്ട പിടിക്കുന്നില്ലേ? അതെ ഇത് അല്ല, ഇറ്റിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ നോക്കി നോക്കിക്കേ. ഇതിന്റെ ഇടയില് അയ്യോ ഒന്നുമില്ല. അത് വയറ് വിട്ടിട്ടുണ്ടായിരുന്നു ഉള്ളില്. വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രിഡ്ജ് ശരിയായിട്ടുണ്ട് ഇപ്പോ. ഓണായി ഉണ്ടോ? ശരിയായിട്ടോ. അപ്പൊ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി. നിങ്ങൾ നമ്പർ എന്റെ കയ്യിലില്ലല്ലോ. അതിനെന്താ നമ്പർ തരാലോ. എന്താ പേരെന്താ? ഷനീത്. വീട് എവിടെയാ? തൊട്ടടുത്ത് തന്നെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കേ. അതിനെന്താ വിളിച്ചോ. അപ്പൊ വരേണ്ടി വരും. വരാം, തീർച്ചയായിട്ടും വരാം. ഇതാ എന്റെ കാർഡ്. ഇത് മാത്രല്ല, എന്താവശ്യം വിളിച്ചോ. ഇതിന്റെ എത്രയാ കാശ്? അത് എന്തേലും തന്നാ മതി. എന്നാലും പറ, എനിക്ക് തുണി അലക്കിടാനുണ്ട്. അത് തന്നാ മതി. പറ, എനിക്ക് തുണി അലക്കിടാനുണ്ട്. തന്നാ മതി നീ. എന്നാലും പറ, ഞാൻ ഒറ്റയ്ക്ക് കഴുകണം, കുത്തിരുമ്പ് കഴുകണം. ഇവിടെ വാഷിംഗ് മെഷീൻ ഇല്ല? വാഷിംഗ് മെഷീൻ ഉണ്ട്, പക്ഷെ അത് കംപ്ലൈന്റാ. ആണോ? ചേട്ടൻ ഒരു വട്ടം നന്നാക്കി, പിന്നെ അത് കംപ്ലൈന്റ് ആയി. എന്നെ ഒന്നിനും കൊള്ളൂല അവിടെ. ചേട്ടൻ മെക്കാനിക് അറിയോ? ചേട്ടനിക്ക് കുറച്ച് മെക്കാനിക്ക് അറിയാം. അതൊന്നും ചെയ്താൽ ശരിയാവൂല. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി കൊടുക്കാത്ത. പുള്ളിക്കാരൻ എന്ത് ചെയ്താലും ഒന്നും ശരിയാകത്തില്ല. എന്ത് ചെയ്താലും ശരിയാവത്തില്ല? നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിന്റെ മറ്റേ വർക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. മറ്റേ വർക്ക് ഞാൻ കാണിക്കട്ടെ? എന്നാലും ഞാൻ വിളിച്ചോളാം. വിളിക്കോ? വിളിക്കാം. വിളിക്കണേ. വിളിക്കാം. എന്നാ ഞാൻ കാണിച്ചു തന്നോട്ടെ.